ശ്രീരാമായ നമോ നമ. സർഗം 23. വരുണവിജയം. സീതാരാമ ഗുണാരാമ പുണ്യാരണ്യ നിവാസിനോ വന്ദേ വിശുദ്ധ വിജ്ഞാനോ കവീശ്വര കപീശ്വരോ. അങ്ങനെ രാവണൻ യമലോകത്ത് നിന്ന് ജയിച്ചു എന്ന് ഘോഷിച്ചുകൊണ്ട് ആ യമന്റെ കാലദണ്ഡന്റെ അടി ഏൽക്കാതെ ബ്രഹ്മാവ് ഒന്ന് തടഞ്ഞ കാരണം കാലദണ്ഡം ഏറ്റില്ല. അങ്ങനെ യമൻ മറിയാണല്ലോ ചെയ്തത്. താൻ അടിച്ചു എന്നും വരണ്ട. എന്നാലും രാവണൻ ജയിച്ചു എന്ന് ശുഗൻ പറഞ്ഞു. അങ്ങനെ വിജയഭേരിയൊക്കെ മുഴക്കിക്കൊണ്ട് അവര് ഇനി അടുത്തത് എവിടെയാ? ലോകപാലന്മാരെ ജയിക്കല്ലേ, ഇനി തെക്കുള്ള ആളെ ജയിച്ചു, ഇനി പടിഞ്ഞാറ് വരുണനെ ജയിക്കാം എന്നുള്ള ഉദ്ദേശത്തോടു കൂടി രസാതലത്തിലേക്ക് പോകണം. അപ്പൊ രസാതലത്തില് അവിടെ ദൈത്യന്മാര്, നാഗന്മാര് ഒക്കെ ഉണ്ട്. വരുണൻ സുരക്ഷ ചെയ്യുന്ന ഭോഗവതി എന്ന നാഗങ്ങളുടെ രാജധാനിയിലെത്തി അവിടെ നാഗങ്ങളെയൊക്കെ വശത്താക്കി പിന്നീട് മണിമയിപുരി എന്ന അവിടെ നിവാതകവചന്മാരുണ്ട്. അവിടെ വലിയ രാക്ഷസന്മാരാണ്. അവരുമായിട്ട് യുദ്ധം ചെയ്തു. 1 വർഷം യുദ്ധം ചെയ്തു. ആർക്കും ജയം ഉണ്ടായില്ല, പരാജയം ഉണ്ടായില്ല. അവർക്കും തളർത്തില്ല, രാവണനും തളർത്തില്ല. യുദ്ധം 1 വർഷം കഴിഞ്ഞു. അപ്പൊ ബ്രഹ്മാവ് വീണ്ടും അവിടെ പ്രത്യക്ഷപ്പെട്ട് 2 കൂട്ടരോടും പറഞ്ഞു, നിങ്ങള് ഇങ്ങനെ യുദ്ധം ചെയ്യല്ല നല്ലത്, സന്ധി ചെയ്യൂ. ഈ രാവണനെ തോൽപ്പിക്കാൻ ദേവകൾക്കോ ദാനവർക്കോ സാധ്യമല്ല. ആര് വിചാരിച്ചാലും നിങ്ങളുടെ കുലപ്പ് തകർക്കാനും പറ്റില്ല. അതിനാൽ നിങ്ങൾ രാവണനെ സഖാവായിട്ട് സ്വീകരിക്കൂ. അവിഭക്താശ്ച സർവാർത്ഥാസുഹൃതാം നാത്ര സംശയം. അവിഭക്തന്മാരായി തമ്മിൽ ചേർന്ന് കഴിഞ്ഞാൽ സുഹൃത്തുക്കൾക്ക് സർവാർത്ഥ എല്ലാ അർത്ഥങ്ങളും കിട്ടും. അപ്പോൾ വിഭജനമല്ല വേണ്ടേ, ലയനമാണ് വേണ്ടേ എന്ന് ഉപദേശിച്ചു. അങ്ങനെ അഗ്നിസാക്ഷിയായിട്ട് അവരുമായിട്ട് സഖ്യം ചെയ്ത് 1 വർഷം യുദ്ധം ചെയ്തില്ലേ, ഇനി 1 വർഷം സുഖമായിട്ട് കൂടാന്ന് പറഞ്ഞ അവിടെ ആതിഥ്യം സ്വീകരിച്ച് അങ്ങനെ അവിടെ കൂടി. ഇപ്പൊ നിവാതകോചന്മാരിൽ നിന്ന് 100 കണക്കിന് മായാജാലങ്ങളൊക്കെ പഠിച്ചു. 100ഉം 1 എന്നാണ് പറയുന്നത്. മായാജാലം പഠിച്ചു. എന്നാൽ വരുണനെ അന്വേഷിച്ച് പോവാന്ന് പറഞ്ഞ് വീണ്ടും പുറപ്പെട്ടു. അങ്ങനെ പിന്നെ കാലകേയന്മാര് വസിക്കുന്ന അശ്മനഗരം എത്തി. അവിടെയാണ് അദ്ദേഹത്തിന്റെ ശ്യാലൻ, അതായത് ശൂർപ്പണഖയുടെ ഭർത്താവ് അവിടെയാണ്. കാലകേയന്മാര് യുദ്ധത്തിന് വിളിച്ചു, അവരായിട്ട് യുദ്ധം ചെയ്തു. അപ്പോൾ സ്വാഭാവികമായിട്ട് ശൂർപ്പണഖയുടെ ഭർത്താവ് വിദ്യുജ്യുഹനും വന്നു. യുദ്ധം വന്നപ്പോ അളിയനാന്ന് നോക്കിയില്ല, വാളുകൊണ്ട് വെട്ടിക്കൊന്നു. അത് തന്നെ. പിന്നെ 100-400ഓളം ദൈത്യന്മാരെയും കൊന്ന ശേഷം വീണ്ടും വരുണാലയം നോക്കി പുറപ്പെട്ടു. അപ്പൊ അതാ അകലെ വെളുത്ത കൈലാസം മാതിരി ഇങ്ങനെ കാണാൻ വെളുത്തിട്ട് നോക്കുമ്പോ അവിടെ പാല് ചുരത്തിക്കൊണ്ട് സുരഭിദേവി നിൽക്കണു വരുണാലയത്തിന്റെ ദ്വാരത്തിന് മുമ്പായിട്ട്. ധേനുമാതാവായിട്ടുള്ള സുരഭി ഏതൊരു ദേവിയുടെ പാലിങ്ങനെ ചുരത്തി കടൽ പോലും പാൽക്കടലായി എന്നൊക്കെ പറയുന്നു. അതുപോലെ ശിവന്റെ കാള, ഈ കാളയുടെ അമ്മയാണ് ഈ സുരഭി. സുരഭി ചുരത്തിയ പാല് ആ ക്ഷീരസമുദ്രത്തിനാണ് ചന്ദ്രൻ പോലും ജനിച്ചത്. അതുപോലെ തന്നെ ഭേനപന്മാരെന്ന മഹർഷിമാര് അവര് ഈ പാൽക്കടലിനെ ആശ്രയിച്ചിട്ടാണ് നിൽക്കുന്നത്. അമൃതം പാൽക്കടലിനെ ആശ്രയിച്ചിട്ടാണ് നിൽക്കുന്നത്. സ്വധ, പിതൃക്കളുടെ സ്വധ ഇവിടെയാണ് ആശ്രയിച്ചിരിക്കുന്നത്. ആ സുരഭി രാവണൻ വലം വെച്ച ശേഷം വരുണഗ്രഹത്തിനടുത്തെത്തി. കാവൽക്കാരോടൊക്കെ ഭീഷണിപ്പെടുത്തി ചിലരെ കൊന്നു, ചിലരെ അടിച്ചു. എന്നിട്ട് വരുണനോട് വിവരം അറിയിക്കാൻ പറഞ്ഞു, വേഗം യുദ്ധം തരൂ, അല്ലെങ്കിൽ തൊഴുതുകൊണ്ട് ഇവിടെ വന്ന് പരാജയം സമ്മതിക്കൂ. വരുണൻ അവിടെ ഉണ്ടായിരുന്നില്ല. വരുണപുത്രന്മാരും പൗത്രന്മാരും സേനാപതികളുടെ ഗൗ എന്നും പുഷ്കരൻ എന്നും 2 പേര് അവരോടൊപ്പം ഗംഭീരമായ യുദ്ധം നടന്നു. അതിഗംഭീര യുദ്ധം. വരുണന്റെ മക്കളുടെ മക്കളൊക്കെ കൂടി യുദ്ധം ചെയ്തു. അവർ നിലത്തുനിന്ന് യുദ്ധം ചെയ്തപ്പോ പുഷ്പകത്തിൽ കയറിയിട്ട് ഇതായി രാവണൻ. അപ്പൊ അവര് ആകാശത്തിലെത്തി, ഓരോരോ തേരുകളിൽ ആകാശത്തിലെത്തി യുദ്ധം ചെയ്തപ്പം മഹോദരൻ, 6 മന്ത്രിമാരുണ്ടല്ലോ, അപ്പം മഹോദരൻ
മൃത്യുവിനെ പോലും കണക്കാക്കാണ്ട് അവരുടെ അടുത്ത് എത്തിയാൽ ചിലപ്പോൾ വരുണവാശം കൊണ്ട് പിടിച്ചാൽ ചിലപ്പോൾ പിന്നെ മരിക്കും. അതൊന്നും ആ ഭയമൊന്നും കണക്കാക്കാണ്ട് ഗത കൊണ്ട് അടിച്ച് വരുണന്റെ മക്കളുടെ കുതിരകളൊക്കെ അടിച്ച് വീഴ്ത്തിയിട്ടു. എങ്കിലും അവർ ആകാശത്ത് ഉറപ്പിച്ച് യുദ്ധം ചെയ്തു. അപ്പൊ രാവണൻ വീണ്ടും ക്രുദ്ധനായിട്ട് മർമ്മങ്ങൾ നോക്കി ശരവർഷം ചെയ്തു. അപ്പൊ അവരങ്ങനെ കുഴങ്ങി. ചെളിയിൽ പൂണ്ട 60 വയസ്സുള്ള ആനകളെ പോലെ കുഴുങ്ങിയെന്ന് പറഞ്ഞു. 60 വയസ്സുള്ള ആന പറഞ്ഞാൽ വളരെ പ്രായമുള്ള ആനകൾ ചെളിയിൽ പൂണ്ട അവിടെ നിന്ന് അങ്ങോട്ട് രക്ഷപ്പെടാനും പറ്റില്ല. അങ്ങനെ അവർ കുഴങ്ങി. അങ്ങനെ കുഴങ്ങി അവർ വീണു മക്കളൊക്കെ. അപ്പോഴേക്കും അവരുടെ ഭൃത്യന്മാരെല്ലാം കൊണ്ടുവന്ന് അവരെ വീടുകളിൽ എത്തിച്ചു. അവരെ എണ്ണത്തോണിയിൽ കിടത്തുക, അങ്ങനെയൊക്കെ ചെയ്തു. അപ്പോഴേക്കും പ്രഹസ്തൻ വേറൊരു മന്ത്രിയാണല്ലോ, അദ്ദേഹം അവിടെയൊക്കെ അന്വേഷിച്ച് പറഞ്ഞു, വരുണൻ ഇവിടെ ഇല്ല, വരുണൻ ബ്രഹ്മലോകത്ത് പോയിക്കണു. അവിടെ ഒരു ക്ഷണം സ്വീകരിച്ച് അവിടെ ഗംഭീരമായൊരു പാട്ട് കച്ചേരി ഉണ്ട്, അത് കേൾക്കാൻ പോയിക്കാണ്. ഇനി തിരിച്ചിങ്ങോട്ടൊന്നും ഇപ്പം അടുത്തൊന്നും വരില്ല. എന്തായാലും നമുക്ക് അതിനുള്ള സമയമില്ല. എന്തായാലും ഞങ്ങൾ വരുണനെ ജയിച്ചു എന്ന് ആഘോഷിച്ചുകൊണ്ട് ആകാശത്തെത്തി ലങ്കാമാർഗം നോക്കി, ലങ്കയുടെ മാർഗം നോക്കി ആകാശത്തൂടെ തിരിച്ചിങ്ങോട്ട് വരാനും തുടങ്ങി. അങ്ങനെ ഘോരമായ വിജയങ്ങളും ദിഗ്വിജയം നടത്തുകയാണ് രാവണൻ. ആപദാം അപഹർത്താരം ദാതാരം സർവസമ്പദാം ലോകാഭിരാമം ശ്രീരാമം ഭൂയോ ഭൂയോ നമാമ്യഹം. ശ്രീരാമചന്ദ്രപാദ സമർപ്പണമസ്തു.